എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഗുഡ് മോർണിംഗ്. ഇന്ന് 2025 22-നാണ് അദ്ദേഹം ജനിച്ചത്. അതോടൊപ്പം തെന്നിന്ത്യൻ ചലച്ചിത്ര താരം ദിനമാണിന്ന്. ഏറെ സ്നേഹത്തോടുകൂടി ഓരോ പ്രിയപ്പെട്ടവരെയും IFM 99.7 നമ്മളാം പൂക്കാലത്തിന്റെ ഈ ഒരു മോർണിംഗ് ലൈവിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം ഇന്ന് പ്രിയപ്പെട്ട പൂവച്ചൽ ഖാദർ എന്ന ഗാനരചയിതാവിൻ്റെ ഓർമ്മദിനം കൂടിയാണ്. മലയാള ചലച്ചിത്രവേദിക്ക് ഒട്ടനവധി സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ സമ്മാനിച്ചിട്ടുള്ള പ്രണയാദ്ര ഗാനങ്ങളുടെ ശില്പി അദ്ദേഹത്തിൻ്റെ മരണത്തിനു ശേഷം 4 വർഷം പിന്നിട്ടിരിക്കുകയാണ്. മലയാളികൾ ഹൃദയത്തിലേറ്റിയ പ്രണയ ഗാനങ്ങളുടെ ശില്പിയാണ് അദ്ദേഹം. മലയാളികൾ എന്നും ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന 100-ലധികം ഗാനങ്ങൾ രചിച്ചിട്ടുള്ള അദ്ദേഹം 1948 ഡിസംബർ 25 ഒരു ക്രിസ്മസ് ദിനത്തിലാണ് തിരുവനന്തപുരത്ത് കാട്ടാക്കടയ്ക്കടുത്ത് ജനിച്ചത്. നാഥ നീ വരും കാലച്ച കേൾക്കുവാൻ തുടങ്ങി ഒട്ടനവധി ഗാനങ്ങൾ നമുക്കറിയാം. രാജീവം വിടരും നിൻമിഴികൾ എന്ന ബെൽറ്റുമത്തായിലെ ഗാനം, അനുരാഗിണി ഇത എന്ന ഒരു കിടക്കുയിലെ ഗാനം തുടങ്ങി ഒട്ടനവധി ഗാനങ്ങളിലൂടെ ശ്രദ്ധേയനായ പ്രിയപ്പെട്ട ആ ഒരു ഗാനരചയിതാവിനെ ഇന്നത്തെ ദിവസം നമ്മൾ ഓർക്കുകയാണ്. അതോടൊപ്പം ഇന്നത്തെ ചരിത്ര സംഭവങ്ങളിലൂടെ പോകുമ്പോൾ 1812 നെപ്പോളിയൻ റഷ്യയിൽ ആക്രമിച്ച് കടന്ന ദിവസമാണ്. അതോടൊപ്പം 1866 ആസ്ട്രോ പ്രഷ്യൻ യുദ്ധത്തിൽ ഓസ്ട്രിയൻ സേന ഇറ്റാലിയൻ സേനയെ പരാജയപ്പെടുത്തിയ ദിവസം കൂടിയാണെന്ന്. 1941 രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഓപ്പറേഷൻ ബാർബറോസ്റ്റ എന്ന സൈനിക നടപടിയിലൂടെ നാസി ജർമ്മനി സോവിയറ്റ് യൂണിയൻ ആക്രമിച്ചു കിടന്ന ദിവസം കൂടിയാണ്. മറുവശത്ത് പശ്ചിമേഷ്യയിൽ ഇപ്പോൾ യുദ്ധം കടുക്കുകയാണ്. അതോടൊപ്പം മറ്റൊരു വാർത്ത, സുരേഷ് ഗോപിയുടെ പുതിയ ചിത്രത്തിൻ്റെ പ്രദർശനം നിഷേധിച്ചു സെൻസർ ബോർഡ് എന്നുള്ളൊരു വാർത്ത കൂടി വന്നിട്ടുണ്ട്. ഒപ്പം ഇന്നലെ ക്രിക്കറ്റിൽ ഇന്ത്യ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടെസ്റ്റിൽ 3 സെഞ്ചുറികളുമായി ഇന്ത്യയുടെ യശസ്വി ജയ്സ്വാളും ശുഭ്മാൻ ഗില്ലും ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും ഒപ്പം ഒരുപാട് ഫോമൗട്ടായി കേട്ട് ഒരുപാട് വിമർശനങ്ങൾ നേരിട്ട ഋഷഭ് പന്തും തിളങ്ങിയ ദിവസം കൂടിയായിരുന്നു ഇന്നലെ. അതോടൊപ്പം തന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒക്കെ സ്നേഹം അറിയിക്കുകയാണ്. ഒപ്പം ഇന്ന് പാറശാല ബി പൊന്നമ്മൾ എന്ന കേരളത്തിലെ വിഖ്യാതയായ കർണാടക സംഗീതജ്ഞയുടെ ജന്മദിനം കൂടിയാണ്. ഒപ്പം ജോർജ് കാർബിൽ എന്ന ഹാസ്യ നടൻ, അദ്ദേഹം രാഷ്ട്രീയം, ഇംഗ്ലീഷ് ഭാഷ, മനഃശാസ്ത്രം തുടങ്ങിയക്കാരൻ ഗാനങ്ങളും വിശേഷങ്ങളുമായി ചേരുന്നുണ്ട്. ഒപ്പം മിന്നു ഉണ്ടാവും. അതോടൊപ്പം ഇന്ന് വൈകുന്നേരം ഫിലിം ക്വിസുമായി സിനിമാ ഗാനങ്ങളുടെ ക്വിസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരിപാടി ഇന്നലെ നമ്മൾ ആരംഭിച്ചിരുന്നു ലോക സംഗീത ദിനത്തിൽ. അതുമായി പൊന്നു നിങ്ങളോടൊപ്പം ചേരും. ഏറെ സ്നേഹത്തോടു കൂടി എല്ലാവർക്കും ഒരിക്കൽ കൂടി മനോഹരമായ ഒരു ദിവസം ആശംസിക്കുകയാണ്. IFM 99.7 നമ്മളാം പൂക്കാലത്തിൻ്റെ മോർണിംഗ് ചിറ്റ്ചാറ്റിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് RJ ഷായുടെ ശബ്ദമാണ്. കൂടുതൽ വിശേഷങ്ങളിലേക്കും വാർത്തകളിലേക്കും ഒക്കെ വരും ദിവസങ്ങളിൽ സജീവമായ പരിപാടികളൊക്കെ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം ഇന്നലെ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് ഒരു ബസ് പാഞ്ഞു കയറി 4 സ്ത്രീകൾക്ക് അപകടം പറ്റിയതുമായി ബന്ധപ്പെട്ട അവർക്ക് ഗുരുതരമായ നടപടി അവർക്കെതിരെ എടുത്തിട്ടുണ്ട് സർക്കാർ. അത്തരത്തിൽ ഉടനടിയുള്ള നടപടികളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. കൂടുതലും ഇപ്പോൾ നേരിട്ടുള്ള പരാതികൾക്കപ്പുറം സോഷ്യൽ മീഡിയ വലിയൊരു സ്വാധീനം ചെലുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും എല്ലാവരെയും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുകയാണ്. IFM 99.7 നമ്മളാം പൂക്കാലം ഇന്ന് ഏറെ പ്രത്യേകതകൾ ഉള്ള ദിവസമാണ്. അപ്പം നമ്മുടെ ജന്മദിനാശംസകളുടെ ലിസ്റ്റിലേക്ക് കൂടുതൽ പേരുടെ വിവരങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇന്ന് മറ്റൊരു വാർത്ത, കേരളം വീണ്ടും കടമെടുക്കുന്നു എന്നുള്ളൊരു വാർത്ത വന്നിട്ടുണ്ട്. ഈ വർഷം കടം 1000 കോടിക്ക് മുകളിലേക്ക് നീങ്ങുകയാണ്. ക്ഷേമ പെൻഷന് വേണ്ടിയും ശമ്പളത്തിന് വേണ്ടിയും കേരള സർക്കാർ വീണ്ടും കടമെടുക്കുന്നു എന്നുള്ള വാർത്ത ഏറെ പ്രാധാന്യത്തോടു കൂടിയാണ് ഇന്ന് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. എന്തായാലും ഇന്ന് മോർണിംഗ് ചിറ്റാറ്റിൽ നമ്മളോടൊപ്പം ചേരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുകയാണ്. ഇറാനിൽ നിന്ന് നേപ്പാൾ, ശ്രീലങ്ക സ്വദേശികളെ അതിന് 2 രാജ്യങ്ങളും പ്രത്യേകമായി ഇന്ത്യ വളരെ മുൻകൈയെടുത്ത് അയൽ രാജ്യങ്ങൾക്കും ഇറാനിൽ നിന്നും ഒക്കെ തിരിച്ചെത്താൻ നൽകുന്ന ഈ ഒരു ശ്രമത്തിനെ വളരെ ശക്തമായി തന്നെയാണ് മാധ്യമങ്ങളും പിന്തുണച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനിടയിൽ ഇന്നലെ ഇറാനിൽ ഭൂചലനം ഉണ്ടായി എന്നുള്ളൊരു വാർത്ത വന്നിരുന്നു. റിച്ചർ സ്കെയിലിൽ 5.1 5.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഈ വിഷയങ്ങൾക്കിടയിലും സംഭവിച്ചു എന്നുള്ളതാണ് ഇന്നലെ അറിയാൻ കഴിഞ്ഞത്. എന്തായാലും തീർച്ചയായും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും നിങ്ങളോടൊപ്പം ചേരാം. ഏറെ സ്നേഹത്തോടു കൂടി എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾക്കും നിങ്ങളുടെ വിശേഷങ്ങളും മറ്റു വാർത്തകളും ഒക്കെ കമൻറ്റ് ചെയ്യാവുന്ന ഒരു വേദിയാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഋഷഭ് പന്ത് ഒരുപാട് വിവാദങ്ങൾ ഐ പി എല്ലിൽ ഏറ്റവും കൂടുതൽ പണം നേടിയെടുത്തിട്ടും ഫോമിലേക്ക് ഉയരാത്തതിൽ അദ്ദേഹത്തെ ഒരുപാട് വിമർശനങ്ങൾ നേരിട്ട അദ്ദേഹത്തെ BCCI
ടെസ്റ്റിൽ കീപ്പറായി ഉൾപ്പെടുത്തി. ഇന്നലെ ഋഷഭ് പന്തും കൂടി സെഞ്ചുറി നേടിയതോടുകൂടി ഇന്ത്യ മികച്ച സ്കോറിലേക്ക് എത്തുകയായിരുന്നു. അതിനുശേഷം ഇംഗ്ലണ്ട് ഇന്നിങ്സ് തുടങ്ങി. അവരുടെ 3 വിക്കറ്റുകൾ നഷ്ടമായിട്ടുണ്ട്. അതോടൊപ്പം പത്തനംതിട്ടയിൽ നിന്നൊരു വാർത്ത വന്നത്, പത്തനംതിട്ടയിൽ മദ്യപിച്ച ബസ് ഡ്രൈവറെ അറസ്റ്റ് ചെയ്തു എന്നുള്ളൊരു വാർത്തയാണ്. പത്തനംതിട്ട സെൻറ്റ് പീറ്റേഴ്സ് ജംഗ്ഷനിൽ വാഹന പരിശോധനയ്ക്കിടെ സ്കൂൾ ബസ് ഓടിച്ചിരുന്ന ലിബിൻ ചന്ദ്രൻ എന്ന 36 വയസ്സുകാരനാണ് മദ്യപിച്ച നിലയിൽ പിടിയിലായത്. ബ്രീത്ത് അനലൈസർ പരിശോധനയിൽ മദ്യപാനം സ്ഥിരീകരിച്ചതോടുകൂടി SI അജി സാമുവലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മദ്യപിച്ച സ്കൂൾ ബസിന്റെ ഡ്രൈവറെ അറസ്റ്റ് ചെയ്തത്. അതിലുണ്ടായിരുന്ന 12 കുട്ടികളെ വീട്ടിലെത്തിക്കാൻ മറ്റൊരു വിമുക്ത ഭടൻ അവിടെ ഉണ്ടായിരുന്ന ഒരു ജയപ്രകാശിനെ കൊണ്ട് വണ്ടി ഓടിച്ചാണ് കുട്ടികളെ വീട്ടിലെത്തിച്ചത്. എന്തായാലും നിരന്തരമായി വാർത്തകളും വിശേഷങ്ങളും ഒക്കെ വീണ്ടും നിങ്ങളോടൊപ്പം ചേരും. ഏറെ സ്നേഹത്തോടു കൂടി MyFM 99.7 നമ്മളാം പൂക്കാലം നിങ്ങൾക്ക് എല്ലാവർക്കും മനോഹരമായ ഒരു ദിവസം ആശംസിക്കുകയാണ്. എന്തായാലും ഇറാൻ്റെ തിരിച്ചടിയും ഇസ്രായേലിൻ്റെ ആക്രമണവും ഒപ്പം അമേരിക്കയും ഒക്കെ ചേർന്നിട്ട് വളരെ മോശപ്പെട്ട രീതിയിലേക്കുള്ള ഒരു യുദ്ധത്തിലേക്ക്, സാധാരണ മനുഷ്യരെയൊക്കെ ബാധിക്കുന്ന രീതിയിലേക്കുള്ള ഒരു യുദ്ധത്തിലേക്കാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ ഇതൊരു വല്ലാത്ത അവസ്ഥയാണ്. എന്തായാലും ഏറെ സ്നേഹത്തോടു കൂടി എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് MyFM 99.7 നമ്മളാം പൂക്കാലത്തിൻ്റെ ഈ മോർണിംഗ് ചിറ്റ്ചാറ്റ് അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. ഒരാശയത്തിൽ നിന്ന് മറ്റൊരു പുതിയ ആശയം കണ്ടെത്തുക, വ്യത്യസ്തമായി ചിന്തിക്കാനുള്ള കഴിവ് നേടുക. ചിന്തിക്കാതെ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾ കുഴപ്പങ്ങളിൽ ചെന്ന് ചാടുന്നത്. ഒരിക്കൽ കൂടി വായിക്കാം. ഒരു ആശയത്തിൽ നിന്ന് മറ്റൊരു പുതിയ ആശയം കണ്ടെത്തുകയും വ്യത്യസ്തമായി ചിന്തിക്കാനുള്ള കഴിവ് നേടുകയും ചെയ്യുക. വ്യത്യസ്തമായി ചിന്തിക്കാനുള്ള കഴിവിൽ നിന്ന് തന്നെയാണ് നാം ഓരോന്നും ജീവിതത്തിൽ നേടിയെടുക്കുക. ചിന്തിക്കാതെ പ്രവർത്തിക്കുമ്പോഴാണ് പുതിയ പുതിയ പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അത്തരത്തിൽ ചിന്തിക്കാതെയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ. നല്ല നല്ല തീരുമാനങ്ങളും വിജയങ്ങളുമായി എല്ലാവർക്കും മുന്നോട്ട് നീങ്ങാനാവട്ടെ. ഒരു മനോഹരമായ ദിവസം ആശംസിക്കുന്നു. ദിസ് ഈസ് MyFM 99.7 നമ്മളാം പൂക്കാലം, അറിവിൻ്റെയും വിനോദത്തിൻ്റെയും പൂക്കാലവുമായി ഒരു കിടിലൻ ആംഗേഴ്സ് ബ്രോഡ്കാസ്റ്റ്. അതെ, ഇതൊരു കിടിലൻ മല്ലു വൈറൽ FM MyFM 99.7 നമ്മളാം പൂക്കാലം, ഫസ്റ്റ് ഫാമിലി FM റേഡിയോ ഇൻ ഫേസ്ബുക്ക്. താങ്ക് യു.